അയ്യോ, കുഞ്ഞു ബേബീസിന് പല്ല് വരുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണല്ലേ. പക്ഷേ അതൊരു സെലിബ്രേഷൻ അല്ലെങ്കിൽ സെറിമണി പോലെ നടത്തുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അമ്മ വിളിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, കോഴിക്കോട് മലപ്പുറം സൈഡിലൊക്കെ പല്ലാട എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. കുട്ടികൾക്ക് പല്ല് വരുന്നത് സെലിബ്രേറ്റ് ചെയ്യാണ്. അതെന്താടോ, ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നല്ലേ, എൻ്റെ എടപ്പാളോ പൊന്നാനിയോ ഇതൊന്നും കേട്ട് കേൾവി പോലും ഇല്ല. എന്തായാലും ചെയ്തു നോക്കാം. 2 ബേബീസിനും ഒരുമിച്ച് പല്ല് വന്നതല്ലേ. ഈ ചടങ്ങ് എങ്ങനെ നടത്തണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ അമ്മൂന് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നത് നാട്ടിൽ നിന്ന്, കോഴിക്കോട് നിന്ന് അമ്മൂൻ്റെ അമ്മയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺഡേ ആയിരുന്നു അന്ന്. നല്ല സണ്ണി പ്ലസൻറ്റ് ഡേ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി, ആമീനെയും കനീനെയും റെഡിയാക്കി ഇറങ്ങുകയാണ്. അമ്മു ഒരു മുണ്ടെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുലിനും ഗോവിന്ദനും മുണ്ടെടുക്കാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പതുക്കെ ഞങ്ങൾ ഇറങ്ങി. ഇനി ഈ പല്ലാട ചടങ്ങ് എന്താന്ന് പറഞ്ഞു തരട്ടെ, അറിയാത്തവർക്കായിട്ടാണ്. എനിക്കും കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഞങ്ങൾ ചെയ്തതും ഞാൻ കേട്ട് മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ബേബീസിന് മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിന് മുന്നിൽ കുറച്ച് ഐറ്റംസ് നിരത്തി വെക്കും. ബുക്ക്, പെന്ന്, ടോയ്, അതല്ലെങ്കിൽ കുപ്പിവള, ഗോൾഡ്, ഫ്ലവേഴ്സ്, ഫുഡ് ഐറ്റം എന്തെങ്കിലും. ഇതൊക്കെ വെച്ച് ബേബീസ് പോയി എന്ത് ചൂസ് ചെയ്യും എന്ന് നോക്കും. ബേബീസ് ചൂസ് ചെയ്യുന്ന ഐറ്റം അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ ഇൻട്രസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നാണ് വിശ്വാസം. ഇതൊരു വിശ്വാസം മാത്രമാണ്. ഈ ചടങ്ങിന് വേണ്ടിയിട്ട് പല്ലാട ഓർ പല്ലട എന്ന് പറഞ്ഞിട്ട് ഒരു പലഹാരം ഉണ്ടാക്കും കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും അത് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം നമ്മൾ ഫ്രോസൺ ഇലയട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ബേബീസ് എല്ലാം റെഡിയായി. അവരൊക്കെ പാലൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഫുൾ ഹാപ്പി മൂഡിലായിരുന്നു. വീട് ഞങ്ങൾ കുഞ്ഞു രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ നാളത്തെ ഡിജിറ്റൽ മെമ്മറീസ് ആണല്ലോ, ഈ റീൽ ഉൾപ്പെടെ. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ സെറ്റായി. ബേബീസും റെഡിയാണ്. കനി ബേബിയും യച്ചു ബേബിയും റോൾ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. യച്ചു ബേബി ഓടിപ്പോയിട്ട് ബുക്ക് എടുത്തു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അവൻ ബുക്ക് എടുക്കുള്ളൂ എന്നുള്ളത്. കനിക്കുട്ടി ആദ്യം കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു, പിന്നെ അവൾ ഓടിപ്പോയിട്ട് ഗോൾഡ് എടുത്തു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും യച്ചുവിനെയോ കനീനെയോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യച്ചുവിന് ബുക്കും കനിക്ക് ഗോൾഡുമായിട്ട് വരണം. ഗോൾഡിനൊക്കെ ഇപ്പോൾ എന്താ വില. അങ്ങനെ ഞങ്ങൾ ഇലയടയൊക്കെ ടേസ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ല ഇലയടയായിരുന്നു. ഫ്രോസൺ ആണെങ്കിൽ പോലും ബേബീസിനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ശരവണ ഭവനിലാണ് പ്ലാൻ ചെയ്തത്. കുറച്ച് ദൂരമുണ്ട്, നമുക്കൊരു 45 മിനിറ്റ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന്. പക്ഷേ രാഹുലും ഗോവിന്ദും കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസം നമ്മൾ നല്ല ഫുഡും കഴിച്ച് നല്ലൊരു ഫലുഡിയും അകത്താക്കി നമ്മൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തു.